എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2026 എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷൻ, അതായത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷൻ, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നിവ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ജൂലൈ 16 തീയതി രാത്രി 11:59 വരെ ഓപ്ഷൻ രജിസ്ട്രേഷനും ഓപ്ഷൻ കൺഫർമേഷനും നടത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് അഡ്മിഷൻ എപ്പോഴാണ്, അതുപോലെ തന്നെ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയുള്ള ആ ഒരു കോളേജ് കോഴ്സ് മതി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അഡ്മിഷൻ എപ്പോഴാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയത്തിലേക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ നടക്കുന്നത്, അതായത് ജൂലൈ 20 മുതൽ ജൂലൈ 24 വരെയാണ് നിങ്ങളുടെ അഡ്മിഷൻ നടക്കുക. അതായത് ജൂലൈ 20 മുതൽ ജൂലൈ 24 വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ജൂലൈ 20 മുതൽ 24 വരെയാണ് നിങ്ങൾ കോളേജിൽ പോയിട്ട് ഫീസ് അടച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് അഡ്മിഷൻ നേടേണ്ട ഡേറ്റ് എന്ന് പറയുന്നത്. ഇത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണ് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട്, ആ ഒരു കോളേജ് കോഴ്സ് തന്നെ മതി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ ഒരു അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ആ ഒരു കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് മതി, ഇനി മറ്റ് ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിലവിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ലോഗിൻ ചെയ്ത് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അതിനാൽ തന്നെ പ്രത്യേകിച്ച് ലോഗിൻ ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നിലവിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഫീസൊക്കെ അടച്ചു, നിങ്ങളുടെ സീറ്റ് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൺഫേം ചെയ്തവർക്ക് ആ ഒരു കിട്ടിയ കോളേജ് കോഴ്സ് തന്നെ മതി, ആ ഒരു കോളേജ് കോഴ്സ് തന്നെയാണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്, ഇനി മറ്റ് ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിലവിൽ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൻ്റെ മുകളിലുള്ള എല്ലാവിധ ഓപ്ഷൻസും അടുത്ത അലോട്ട്മെൻറ്റിലൊന്നും പരിഗണിക്കില്ല. കാരണം ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താതിനാൽ തന്നെ ആ ഒരു ഓപ്ഷനുകൾ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിലവിൽ ഒന്നും ചെയ്യാത്തതിനാൽ തന്നെ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് അവിടെ തുടരുന്നതായിരിക്കും. അതായത് ആ ഒരു കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജ് കോഴ്സ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കോഴ്സ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആ ഒരു കോളേജ് കോഴ്സിൽ ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട്, ആ ഒരു കോളേജ് കോഴ്സ് എനിക്ക് മതി, അപ്പോൾ ഞാൻ എൻ്റെ ഓപ്ഷൻ ലിസ്റ്റിലെ ഓപ്ഷൻസ് ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കണോ, അതായത് എൻ്റെ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിലവിൽ ഫീസൊക്കെ അടിച്ച ആ ഒരു സീറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതിന് മുകളിലുള്ള മറ്റ് ഓപ്ഷൻ ഞാൻ റിമൂവ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് ആരൊക്കെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, അറിയാതെ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ പേജിൽ പോയി എഡിറ്റ് പേജിൽ പോയിട്ടുണ്ട്, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് കോഴ്സ് തന്നെ മതി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, എന്നാൽ നിങ്ങൾ എഡിറ്റ് പേജിലേക്ക് പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എഡിറ്റ് പേജിൽ പോയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ഓപ്ഷനുകൾ ഹയർ ഓപ്ഷൻസ് വേണ്ടാത്ത ഹയർ ഓപ്ഷനുകൾ റിമൂവ് ചെയ്യേണ്ടതാണ്. അതിൽ അവൈലബിൾ ഓപ്ഷൻസ് ഉണ്ടാകും, അതിൽ നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാവിധ ഓപ്ഷൻസും റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ പേജിൽ ലോഗിൻ ചെയ്തിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. അപ്പോൾ അങ്ങനെ അറിയാതെ ലോഗിൻ ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്ത് നേരെ എഡിറ്റ് പേജിലേക്ക് പോയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ട എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി ഫീസ് അടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സീറ്റ് അവിടെ കൺഫേം ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടാത്ത എല്ലാ ഹയർ ഓപ്ഷനുകളും നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കി ഓപ്ഷൻസ് ഒക്കെ അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ അറിയാതെ ആ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ എഡിറ്റിംഗ് പേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഓപ്ഷനുകൾ ആ ഒരു ഇപ്പോൾ കിട്ടിയ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് കോഴ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു വേണ്ടാത്ത ഓപ്ഷനുകൾ നിങ്ങൾ റിമൂവ് ചെയ്ത് നൽകേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ എന്ത് ചെയ്യുന്നുള്ളത്. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ചിലപ്പോൾ ഒരു 10-20 ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ നിർബന്ധമായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അലോട്ട്മെൻറ്റ് ഇതുവരെയായിട്ട് കിട്ടാത്തവരെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുള്ളൂ. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം.
ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കണം. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കോളേജ് കോഴ്സിനോട് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് മറ്റൊരു കോളേജിലേക്ക് മാറ്റാൻ എനിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ മറ്റൊരു കോളേജിലേക്ക് എനിക്ക് പങ്കെടുക്കണമെങ്കിൽ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടണമെങ്കിൽ ഞാൻ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് മറ്റൊരു കോളേജിൽ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്കൊരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളവിടെ ഫീസ് അടച്ചു, സീറ്റ് കൺഫേം ചെയ്തു. അപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ്, അതായത് അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൺഫേം ചെയ്തു. അപ്പോൾ നോക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, അതായത് നിങ്ങൾക്ക് ഫീസൊക്കെ അടച്ചു, നിങ്ങൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്തു. അപ്പോൾ സീറ്റ് കൺഫേം ചെയ്തു, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലായിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങളതവിടെ ആദ്യം തന്നെ ഫീസ് അടച്ചതുകൊണ്ട് ഈ ഒരു ബാക്കിയുള്ള അവൈലബിൾ ഓപ്ഷൻസിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഏത് കോളേജ് കോഴ്സിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് പേജിലേക്ക് പോകാവുന്നതും, നിങ്ങൾക്കിതിൽ വേണ്ടാതെ ഏതെങ്കിലും 1-2 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് സേവ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻസിൻ്റെ പ്രിൻറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി ഫീസ് അടച്ച വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് അടുത്ത അലോട്ട്മെൻറ്റ് പരിഗണിക്കാൻ വേണ്ടി ഓപ്ഷൻ കൺഫർമേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും മാറേണ്ടി വരും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പുതുതായിട്ട് മറ്റൊരു കോളേജ് കോഴ്സിലേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടമാവും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി ആർക്കിടെക്ചർ കോഴ്സിൻ്റെ കാര്യം കൂടി പറയാം. അപ്പോൾ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആർക്കിടെക്ചർ കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ് BArch കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റിൽ, അതായത് BArchൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആർക്കിടെക്ചർ കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആർക്കിടെക്ചർ കോളേജ് കോഴ്സ് ഓപ്ഷൻ നൽകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരത്തെ ഓപ്ഷനുകൾ എഞ്ചിനീയറിംഗിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി അതുപോലെ റിസർവേഷൻ കാറ്റഗറി ഇതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2000 രൂപയാണ് ഫീസ് അല്ലെങ്കിൽ 500 രൂപയാണ് ഫീസ് എന്ന് കാണിക്കും. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾക്ക് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ആർക്കിടെക്ചറിലേത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതുമാണ്. എന്നിട്ട് അത് സേവ് ചെയ്ത് പിന്നീട് അതിൻ്റെ പ്രിൻ്റ് എടുക്കാവുന്നതുമാണ്. ഇനി അതേസമയം നേരത്തെ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് അപേക്ഷിച്ച് ആർക്കിടെക്ചർ കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ പേജിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നേരെ ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതും അവിടെ നിലവിൽ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോഴ്സ് കാണാൻ സാധിക്കുന്നതും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് വേണ്ട ആർക്കിടെക്ചർ കോളേജുകൾ നിങ്ങൾക്ക് ഓപ്ഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതുമാണ്. ഇനി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ആ ഒരു കോളേജിൻ്റെ ഫീസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് അതുപോലെ എയ്ഡഡ് ഓട്ടോണമസ് കോളേജൊക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എയ്ഡഡ് ഓട്ടോണമസ് കോളേജൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 8650 രൂപയാണ് ഫീസ് വരുന്നുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് പോലുള്ള IHRD ക്യാപ്പ് പോലുള്ള കോളേജ് ആണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം രൂപക്കടുത്തൊക്കെ ഫീസ് പല കോളേജിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ കോളേജിലും എത്ര രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ ആർക്കിടെക്ചർ കോളേജാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സെക്കൻഡ് അലോട്ട്മെൻറ്റും ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ജൂലൈ 17-ാം തീയതിയും 19-ാം തീയതി മെയിൻ അലോട്ട്മെൻറ്റും അതിനുശേഷം ജൂലൈ 20 മുതൽ 24-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കോളേജിലും അതിനനുസരിച്ചുള്ള ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഓരോ കോളേജിലും ഓരോ വ്യത്യസ്തമായിട്ട് പലതരം കാറ്റഗറിയിൽ പലതരത്തിലൊക്കെ ആയിട്ടാണ് ഫീസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ രീതിയിൽ പല കോളേജുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ബിഫാം അല്ല അതായത് ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റുള്ളവർ അതിനനുസരിച്ച് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്.
അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് കോഴ്സ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. അതായത് അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് കോഴ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിലവിൽ ഒന്നും ചെയ്യേണ്ട, ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതില്ല. അഥവാ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ കോളേജ് കോഴ്സ് മതി എന്നുണ്ടെങ്കിൽ ആ ഒരു വേണ്ടാത്ത ഹയർ ഓപ്ഷൻസൊക്കെ റിമൂവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് സേവ് ചെയ്ത് പിന്നീട് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കാവുന്നതാണ്. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ റീ അറേഞ്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. പുതുതായിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് കോഴ്സുകൾ കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യം ഈ ഒരു ഘട്ടത്തിൽ ഇല്ല. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ആർക്കിടെക്ചർ കോളേജ് കോഴ്സുകൾ ഓപ്ഷൻ ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ഇഫ് ദേ ഹാവ് പെയ്ഡ് ദ ടോക്കൺ ഫീ ആസ് സ്പെസിഫൈഡ് ഇൻ ദ അലോട്ട്മെൻറ്റ് മെമോ ദ എക്സിസ്റ്റിംഗ് അലോട്ട്മെൻറ്റ് ഫ്രം ദ ഫസ്റ്റ് ഫേസ് ഈസ് റിട്ടൈൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ദോസ് കാൻഡിഡേറ്റ് ഹൂ ഗോട്ട് ആൻ അലോട്ട്മെൻറ്റ് ഇൻ ഫസ്റ്റ് ഫേസ് allotment will be lost allotment if they get an allotment through this second phase and such candidates shall have to join newly allotted college. അതായത് നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് കോഴ്സ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്ത വിദ്യാർത്ഥികൾക്ക് അതായത് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്ത വിദ്യാർത്ഥികളെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നതല്ല എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.